ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഫ്ലൂയിഡ് മെഷീനറി ആയിട്ട് റിലേറ്റഡ് അല്ല. ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു തെർമോഡൈനാമിക്സ്. സോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്ലൂയിഡ് മെഷീനറി എയർ കംപ്രസർ, എസ്പെഷ്യലി റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, സോ ഫസ്റ്റ് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ദ പി വി ഡയഗ്രാം, നമ്മളെ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. സോ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും. സോ 4-1 സക്ഷൻ പ്രോസസ്, 1-2 കംപ്രഷൻ, 2-3 കോൺസ്റ്റന്റ് പ്രഷർ ഡെലിവറി. ഓക്കെ, സോ ഈ കംപ്രഷൻ പ്രോസസ്സിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനാണ് ഇന്നത്തെ ക്ലാസ്. സോ ഈ കംപ്രഷൻ പ്രോസസ് ഇറ്റ് ക്യാൻ ബി either polytropic process, that is PV raised to n is equal to constant, or it can be isentropic process or reversible adiabatic process, PV raised to gamma is equal to constant, or it can be isothermal process, PV is equal to constant. സോ ഈ മൂന്ന് പ്രോസസ്സിൻ്റെയും വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. സോ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോളിട്രോപിക് പ്രോസസ്, വർക്ക് ഡൺ ബൈ എ പോളിട്രോപിക് പ്രോസസ്, ഇത് അഡിയബാറ്റിക് പ്രോസസ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക്, ദെൻ isothermal. So in order to calculate the work required, work input, you have to calculate the area under this graph in fluid air compressor. So if you want to calculate the area under this diagram, or if you want to calculate the work done, we want to know the area under this particular curve 1 to 2. Okay, 1 to 2 എന്നുള്ളത് പോളിട്രോപിക് പ്രോസസ് ആകുമ്പം അതിൻ്റെ ഏരിയ എന്ത് വരും? പി വി റേസ് ടു ഗാമ എന്നുള്ളത് അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ ഗ്രാഫ് ഈ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എന്ത് വരും? ദെൻ ഇഫ് ഇറ്റ്സ് എ isothermal പ്രോസസ്, വാട്ട്സ് ദ ഏരിയ അണ്ടർ ദ കർവ് 1 to 2? അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ വി ആർ ഡിസ്കസിങ് what is the area under the curve 1 to 2 if the process is isothermal, then adiabatic, reversible adiabatic and polytropic process. So first case, if the process is an isothermal process, അപ്പം ഇതിൽ ടോട്ടൽ ഈ വർക്ക് ഡൺ ടോട്ടൽ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ടോട്ടൽ ഗ്രാഫ് അല്ല നോക്കുന്നത്, ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ദ ഗ്രാഫ് 1 to 2 ഇക്വേഷൻ മാത്രമേ, ഈ 1 to 2 എന്നുള്ള ഇക്വേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഐസോതെർമൽ പ്രോസസ് ഇതാണെങ്കിൽ അതിൻ്റെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് the equation for an isothermal process, the equation is PV is equal to a constant. Okay, temperature constant ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. isothermal process means temperature is equal to constant. For a particular temperature there will be some change in pressure and volume. ആ റിലേഷനെയാണ് PV is equal to constant എന്നുള്ള പാത്തിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് isothermal process എന്ന് പറയുന്നത്. സോ ഇഫ് യു ഡ്രോ ദ ഗ്രാഫ്, ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. പി വി ഇങ്ങനെ ഒരു പ്രഷറിനും ചേഞ്ച് ഉണ്ടാവും, വോളിയം ചേഞ്ച് ഉണ്ടാവും. ഇഫ് ഇറ്റ്സ് എ എക്സ്പാൻഷൻ പ്രോസസ്, എക്സ്പാൻഡ് ചെയ്യാണ്, ഒരു സിലിണ്ടറിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും? ഒരു ഹൈ പ്രഷറിലാണ് ഇനീഷ്യലി ഉണ്ടാവുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്ത് താഴത്തേക്ക് വരും. അറ്റ് ദ സെയിം ടൈം ഇനീഷ്യൽ വോളിയം ഇതാണെങ്കിൽ, കംപ്രസ്ഡ് വോളിയം ഇതാണെങ്കിൽ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫൈനൽ വോളിയം എക്സ്പാൻഡ് ചെയ്ത് വോളിയം ഇൻക്രീസ് ആവും. സോ
in the case of an expansion process, suppose I am considering an expansion process, isothermal expansion process ആണെങ്കിൽ isothermal expansion process ആണെങ്കിൽ 1 to 2 pressure will decrease and volume will increase for a particular temperature. ഈ temperature ഇവിടെ constant ആണ്. Okay, now we have to calculate the work done or the area under this particular process. 1 to 2 എന്നുള്ള പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ചെയ്യുന്ന ഈ സിലിണ്ടറിൻ്റെ ഉള്ളൊരു ഗ്യാസ് ഉണ്ടെങ്കിൽ ആ ഗ്യാസ് ചെയ്യുന്ന വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി നോ ദാറ്റ് ദ വർക്ക് ഡൺ is equal to, for an expansion process ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, work done is equal to for an expansion process from 1 to 2. okay, for a process is equal to P dV ആണ് the small work done. ഒരു ചെറിയ എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റിന്റെ വർക്ക് ഡൺ, ഇതിനെ സാധാരണ ഈ വർക്ക് ഡണ്ണെ സാധാരണ DW എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദ വർക്ക് ഡൺ ബൈ എ സ്മോൾ എലമെന്റ്, ഒരു ചെറിയ വോളിയം ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, സപ്പോസ് ഈ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ വോളിയം ഇൻക്രീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ചേഞ്ച് ഇൻ വോളിയം കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു ചെറിയ വോളിയം ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ PdV ആയിരിക്കും. ഒരു അപ്രോക്സിമേറ്റ് റെക്ടാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ DV ആണ്. ഈ ഹൈറ്റ് സപ്പോസ് ഈ പോയിന്റിലെ ഒരു ഹൈറ്റ് P ആണെങ്കിൽ ദ ഏരിയ ഈസ് ഈക്വൽ ടു PdV. So the work done by this small change in volume, this small change in volume dW is equal to you will get PdV. okay, so dW is equal to PdV എന്ന് കിട്ടും. So the total work done from the starting point 1 to 2, expansion process 1 to 2 എന്നുള്ള total work done എന്ന് പറഞ്ഞാൽ എന്ത് വരും? integral dW from 1 to 2 is equal to integral PdV. So you will get the total area under this graph. So 1 to 2. okay, dW is equal to 1 to 2. Now we know that for an isothermal process PV is equal to constant ആണ്. okay, suppose C is the constant. Therefore, we can write P is equal to some constant by volume. okay, here the variable is volume. so എല്ലാം നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ പ്രഷറിന്റെ ടേമിനെയും നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. so the equation will become 1 to 2 is equal to C by V into dV എന്നാവും. P എന്നുള്ളതിന് ഇവിടുന്ന് ഈ C by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. so സിംപ്ലിഫൈ ആണെങ്കിൽ അല്ലെങ്കിൽ C പുറത്തെടുക്കുകയാണെങ്കിൽ C into integral 1 to 2 dV by V എന്ന് വരും. okay, now what is integral? this is integral 1 to 2 dW. so 1 to 2 dW ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് total work done W കിട്ടും. the total work done W. okay, so total work done W is equal to C into integral 1 to 2 dV by V എന്ന് വരും. okay, now what is integral dV by V? integral 1 by V പറയാം. നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് നമുക്കറിയാം, ഇന്റഗ്രൽ 1 by V എന്ന് പറഞ്ഞാൽ log V ആണ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഇവിടെ എഴുതുകയാണെങ്കിൽ സം കോൺസ്റ്റന്റ് C ഇൻറ്റു ഇന്റഗ്രൽ 1 to 2 dV by V ഈസ് ഈക്വൽ ടു C ഇൻറ്റു log V ഫ്രം 1 to 2. ഓക്കെ, C into log V from 1 to 2. now expand ചെയ്യുകയാണെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണെങ്കിൽ C into log V2 minus log V1 എന്ന് വരും. now the constant C can be written as, we know that again it's an isothermal process, so PV is equal to constant ആണ്, or that means P1 V1 is equal to constant ആണ്, or P2 V2 is equal to constant ആണ്. so we can instead of this C you can write P1 V1 or P2 V2 depending upon the situation. നമുക്ക് എങ്ങനെ ഏത് ടേംസിലാണ് ഇക്വേഷൻ വേണ്ടതെന്നനുസരിച്ച് you can write C is equal to P1 V1 or P2 V2. suppose I am writing C as P2 V2, ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. so suppose
In this case, I am writing P2 V2. ഇനി നമുക്കറിയാം the logarithm property, natural logarithm V2 minus natural logarithm V1. ലോഗരിതത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? log V2 by V1 എന്ന് എഴുതാൻ പറ്റും. Okay, so this is the work done for the expansion process. ഒരു സിലിണ്ടറിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ because of its pressure and because of its pressure at constant temperature എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്ക് എയർ കംപ്രസർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ ആവശ്യമുണ്ട്. ബട്ട് കംപ്രസറിൽ നമ്മൾ എക്സ്പാൻഷൻ അല്ല ചെയ്യുന്നത്, കംപ്രഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക് എ നെഗറ്റീവ് സൈൻ. ഇതിനെ നമ്മളൊന്ന് കംപ്രഷൻ ആക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ എടുക്കണം, -PdV എടുക്കണം. ഓക്കെ, സോ നമ്മളെ കേസിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെഷീനറി കേസിൽ നമുക്ക് വർക്ക് ഡൺ ഫോർ എ കംപ്രഷൻ പ്രോസസ് ഇഫ് ദ പ്രോസസ് ഈസ് ഐസോതെർമൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? P2 V2 log V1 by V2. മൈനസ് സൈൻ വരുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ വരും. സോ ഈ ഇക്വേഷൻ is the work done for a compression process. അല്ലെങ്കിൽ കംപ്രഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്രഷർ കംപ്രഷൻ മീൻസ് പ്രഷർ ഡിക്രീസ് ചെയ്യാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്, വോളിയം ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, കംപ്രഷൻ മീൻസ് വി ആർ ഇൻക്രീസിങ് ദ പ്രഷർ ബൈ റെഡ്യൂസിങ് ദ വോളിയം. സോ PdV എന്നുള്ളത് എപ്പോഴും ഓപ്പോസിറ്റ് ആണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊരു കുറയാണ്. സോ യു ഹാവ് ടു ടേക്ക് ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ വോളിയം ഡിക്രീസ് അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് വോളിയം ഡിക്രീസ് ആയതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് വൺ നെഗറ്റീവ് സൈൻ. സോ ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പം യു വിൽ ഗെറ്റ് P2 V2 log work done by compression is equal to P2 V2 log V2 by log V1 by V2 എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ. ഫ്ലൂയിഡ് മെഷീനറി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏരിയ അണ്ടർ ദ കർവ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. ഓക്കെ, നൗ ഒരു പോയിന്റും കൂടി ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ ഐസോതെർമൽ പ്രോസസ്സ് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്, അതുകൊണ്ട് അതിന് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ ഇക്വേഷൻ കാൽക്കുലേഷൻ മാത്രമേ പറയുന്നുള്ളൂ. സോ ഒരു പോയിന്റ് ഇതിൽ ഓർമ്മിച്ച് വെക്കുക, ഈ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ isothermal process is, in order to achieve isothermal process practically it's very difficult. ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒരു പ്രോസസ്സ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചേഞ്ച് വരുമ്പം തന്നെ അവിടെ ഫ്രിക്ഷൻ, അതുപോലത്തെ ഫ്രിക്ഷനും റെസിസ്റ്റൻസും ഒക്കെ വരും, എയർ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ഓക്കെ, ഇറഗുലാരിറ്റീസ് വരും. സോ ഈ ഐസോതെർമൽ പ്രോസസ് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് വി ഹാവ് ടു കൺസിഡർ ദാറ്റ് പ്രോസസ്, ഓർ വി ഹാവ് ടു ഡു ദാറ്റ് പ്രോസസ് വെരി വെരി സ്ലോലി. വളരെ സ്ലോ ആയിട്ട് ചെയ്താൽ മാത്രമേ ഐസോതെർമൽ പ്രോസസ് നമുക്ക് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ വളരെ വെരി 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 സ്ലോ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാധാരണ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് നിങ്ങൾ പറയാം. അത് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് മീൻസ്, നമ്മൾ അത്രയും സ്മോൾ ആയിട്ട് മൈന്യൂട്ട് സ്റ്റെപ്പിലാണ് ചേഞ്ച് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ 1 to 2 എന്നുള്ള എക്സ്പാൻഷൻ പ്രോസസ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാം. സോ ഒരു ഐസോതെർമൽ പ്രോസസ് ഈസ് എ വെരി സ്ലോ പ്രോസസ്. പ്രാക്ടിക്കൽ കേസിൽ ഇറ്റ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വി ഹാവ് ടു ഡു ഇറ്റ് വെരി സ്ലോലി. സോ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. സോ ഇത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ. ഓക്കെ, നൗ we will consider the same derivation, or we will calculate the work done if the process is adiabatic or general case polytropic ആയിക്കോട്ടെ. നമുക്ക് ഫസ്റ്റ് പോളിട്രോപ്പിക് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇഫ് ദ പ്രോസസ് ഈസ് എ പോളിട്രോപ്പിക് പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അഡിയബാറ്റിക് പ്രോസസ് മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ കോൺസ്റ്റന്റ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണെങ്കിൽ, ഹീറ്റ് ട്രാൻസ്ഫർ ചേഞ്ച് ഇൻ ഹീറ്റ് 0 ആണെങ്കിൽ അതിനെയാണ് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ദർ ഈസ് നോ ഹീറ്റ് ഇൻട്രാക്ഷൻ. സോ ഫസ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്സിന് പകരം ഞാനിവിടെ
ഒരു പോളിട്രോപിക് പ്രോസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അസ്യൂം ദാറ്റ് നെക്സ്റ്റ് we are going to find out the work done if the expansion process is a polytropic process. Okay, so again cylinder gas arrangement assume ചെയ്യുക. suppose the cylinder is expanding. ഇതാണ് compressed state ഉള്ളത് P1 V1. okay, suppose the piston is moving downward, so expand ചെയ്തു finally ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുമ്പം അതിൻ്റെ കണ്ടീഷൻ P2 V2 ആണ്. എല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. സോ അസ്യൂം ദാറ്റ് ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. ഇനി കംപ്രഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. കംപ്രഷൻ ആകുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ എടുക്കണം എന്നേ ഉള്ളൂ. ബട്ട് തെർമോഡൈനാമിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് എക്സ്പാൻഷൻ പ്രോസസ്സ് വെച്ചിട്ടുള്ള ഡെറിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഫോളോ ചെയ്തേ ഉള്ളൂ. സോ 1 to 2 ഇതാണ് പി വി ഡയഗ്രാം. ഇവിടുത്തെ പ്രഷറാണ് ഈ തന്നുള്ളത്. ഇനീഷ്യൽ ഹൈ പ്രഷർ, ലോ വോളിയം, ഓക്കെ, സ്മോൾ വോളിയം. അത് എക്സ്പാൻഡ് ചെയ്ത് ഫൈനലി ലോ പ്രഷർ ഹൈ വോളിയം ആയിട്ട് മാറി. ഇതാണ് P2. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ അണ്ടർ ദിസ് കർവ്. ഈ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി യുവർ work done. Then this process is as we are assuming that this is a polytropic process, PV raised to n is equal to constant, where n is known as polytropic index. Expansion process ആണെങ്കിൽ polytropic expansion index എന്ന് പറയും. compression ആണെങ്കിൽ compression index എന്ന് പറയും. okay, so PV raised to n is equal to constant. again the procedure is same. നമ്മൾ ഐസോതെർമൽ പ്രോസസ് ഡിറൈവ് ചെയ്യാൻ എന്താണോ ചെയ്തത് അതേ പ്രൊസീജിയറാണ് ഇവിടെയും വരുന്നത്. ഹിയർ വി നോ ദാറ്റ് ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ, വർക്ക് ഈസ് ഈക്വൽ ടു അഗെയിൻ ഫോർ എ സ്മോൾ DW. നമ്മളൊരു ചെറിയ DW എടുക്കുകയാണ്. ഒരു ചെറിയ എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എലമെന്റ് വെരി വെരി സ്മോൾ ആണ്. ഓക്കെ, ആക്ച്വലി ദിസ് ചേഞ്ച് DV ഈസ് ടെൻഡിങ് ടു 0 ആണ്. ഓക്കെ, ഇത് അത്രയും സീറോയിലേക്ക് it tends towards 0. അത്രയും സ്മോൾ എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വി ക്യാൻ അപ്രോക്സിമേറ്റ് ദിസ് ആസ് എ റെക്ടാങ്കിൾ. ഓക്കെ, സോ സപ്പോസ് ദിസ് ഈ എൻഡിലെ പ്രഷർ പിയും ഇത് വിയും ആണെങ്കിൽ ഈ ഏരിയ ഓഫ് ദിസ് കർവ് വിൽ ബി PdV. സോ ഏരിയ ഓഫ് ദ കർവ് വിൽ ഗിവ് യുവർ വർക്ക് ഡൺ. സോ നൗ വി വാണ്ട് ദ ടോട്ടൽ ഏരിയ ഫ്രം 1 to 2. ഇതൊരു സ്മോൾ എലമെന്റൽ ഏരിയ ആണ്. സോ വി ആർ കൺസിഡറിങ് ദ ടോട്ടൽ ഏരിയ. സോ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം 1 to 2, ഇന്റഗ്രൽ 1 to 2 PdV. So if you integrate, you will get DW നെ integrate ചെയ്താൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും ഫ്രം 1 to 2. 1 to 2 എന്നുള്ള പാത്ത് ഫോളോ ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ കിട്ടും. ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 PdV. ഓക്കെ, അഗെയിൻ നമ്മൾ ഐസോതെർമൽ ചെയ്ത മാതിരി ഹിയർ ദ ഇക്വേഷൻ ഈസ് PV raised to n is equal to constant is an polytropic process ആണ്. So we can write instead of P, we can write P is equal to C by V raised to n. Since here the variable is dV, we have to convert the P term in terms of P in terms of V. So this is P in terms of V from the basic fundamental equation of polytropic process. So substitute the value of P here. So finally next you will get integral 1 to 2 C by V raised to n dV എന്ന് കിട്ടും. C by V raised to n dV. Okay, now integration C പുറത്തെടുക്കാം. you can take it outside the integral 1 to 2 dV by V raised to n എന്ന് കിട്ടും. integral 1 to 2 dV എന്ന് കിട്ടും. Now we know that from integration fundamentals, we know that integral V raised to n dV, integral
So integral v raised to n dv is v raised to n plus 1 by n plus 1 ആണ്. സോ അതേ ഇക്വേഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സി ഇൻ്റഗ്രൽ 1 to 2 വി റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് ഇതിന് എഴുതാൻ പറ്റും. വി റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് എഴുതാൻ പറ്റും. സോ ഇഫ് യു ടേക്ക് ദ ഇൻ്റഗ്രൽ എന്ത് വരും? വി റേസ് ടു മൈനസ് എൻ പ്ലസ് 1 ബൈ n plus 1 എന്ന് വരും, മൈനസ് n plus 1 എന്ന് വരും ഫ്രം ദ ലിമിറ്റ് 1 to 2. Okay, here also instead of c you can write pv c for the time being assume c as c itself. We last substitute here. So here c into v2 minus n, v2 raised to minus n plus 1 minus v1 raised to minus n plus 1 എന്ന് കിട്ടും. v1 raised to minus n plus 1. Now I am multiplying with respect to this constant c. Okay, ഈ c നെ ഞാൻ ഇൻ്റഗ്രേഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പോവാണ്. സോ യു വിൽ ഗെറ്റ് c ഇൻറ്റു v2 raised to minus n plus 1 മൈനസ് c ഇൻറ്റു v1 raised to minus n plus 1 എന്ന് കിട്ടും. Now ഞാനിവിടെ ഈ സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുന്നത് ഒരു കുറച്ച് വ്യത്യാസത്തിലാണ്. സോ വി നോ ദാറ്റ് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഓർ പി വൺ വി വൺ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, പി ടു വി ടു റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഫോർ എ പോളിട്രോപിക് പ്രോസസ്. പി വൺ വി വൺ റേസ് ടു എൻ എന്ന് പറഞ്ഞാലും ഒരു കോൺസ്റ്റന്റ് ആണ്, പി ടു വി ടു റേസ് ടു എൻ എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ ഞാൻ എടുക്കുമ്പോൾ ഈ സിന്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് സി ഇവിടെ എടുക്കുമ്പോൾ വി ടു ആയതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ ആണ് സി ആയിട്ട് എടുക്കുന്നത്. പി ടു വി ടു റേസ് ടു എൻ ഈസ് ഈക്വൽ ടു സി എന്ന് എടുക്കും. ഇവിടെ എടുക്കുമ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റിലേഷനിലുള്ള കോൺസ്റ്റന്റ് ആണ് എടുക്കുന്നത്. പി വൺ വി വൺ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പി ടു വി ടു റേസ് ടു എൻ ഇൻറ്റു വി ടു റേസ് ടു മൈനസ് എൻ പ്ലസ് 1 മൈനസ് പി വൺ വി വൺ ഇവിടെ എന്ത് വരും? പി ടു വി ടു റേസ് ടു എൻ എന്നുള്ളതാണ് കോൺസ്റ്റന്റ് സിക്ക് വരും, ഇൻറ്റു വി ടു റേസ് ടു മൈനസ് എൻ പ്ലസ് 1 എന്ന് വരും. സിമിലർലി മൈനസ് സിക്ക് പകരം പി വൺ വി വൺ റേസ് ടു എൻ എന്ന് കൊടുക്കുക, ഇൻറ്റു വി വൺ റേസ് ടു മൈനസ് എൻ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം ഇവിടെ ഈ മൈനസ് എൻ പ്ലസ് 1 ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് എൻ പ്ലസ് 1 കൂടി വരും. ഇവിടെ ഒരു മൈനസ് എൻ പ്ലസ് 1 ഞാൻ എഴുതാൻ നേരത്തെ വിട്ടുപോയതാണ്. നിങ്ങൾ എഴുതുമ്പം ഇവിടെ മൈനസ് എൻ പ്ലസ് 1 വരും. ഹിയർ ഓൾസോ ഒരു മൈനസ് എൻ പ്ലസ് 1 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു മൈനസ് എൻ പ്ലസ് 1 ഉണ്ട്. വി റേസ് ടു മൈനസ് എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ മൈനസ് എൻ പ്ലസ് 1 ആണ് ഇൻ്റഗ്രേഷൻ. സോ എല്ലാ ടൈമിലും ആ മൈനസ് എൻ പ്ലസ് 1 കൂടി വരും. അത് എഴുതാൻ വിട്ടുപോയതാണ്. സോ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇത് രണ്ടും നോക്കുക. സോ ഇറ്റ്സ് ഇൻ ദ ഫോം സപ്പോസ് എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്നുള്ള ഫോർമാറ്റാണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാം. എക്സ്പൊണൻഷ്യലിൻ്റെ ബേസിക് ലോസ് ഓഫ് എക്സ്പൊണൻഷ്യൽ. എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എക്സ് റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. സോ അതേ ആ ഒരു ഇക്വേഷൻ ലോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പി ടു ഇൻറ്റു വി ടു റേസ് ടു എൻ പ്ലസ് മൈനസ് എൻ പ്ലസ് 1. സോ എന്ത് വരും? വി ടു റേസ് ടു എൻ മൈനസ് എൻ പ്ലസ് 1 എന്ന് വരും, മൈനസ് പി വൺ ഇൻറ്റു വി വൺ റേസ് ടു എൻ മൈനസ് എൻ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, ഇത്ര എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ദിസ് ഇസ് ദ വർക്ക് ഡൺ ഫോർ ദ എക്സ്പാൻഷൻ പ്രോസസ് 1 to 2 ഫോർ എ പോളിട്രോപിക് പ്രോസസ്. P2 V2 റേസ് ടു മൈനസ് എൻ
n minus n plus 1 minus p1 v1 n minus n plus 1. So n minus n 0 ആയപ്പോൾ n minus 1 ഇവിടെയും 0 ആയപ്പോൾ സോ ദ റിമൈനിങ് ടേം നിങ്ങൾ മാറ്റി റിമൈനിങ് ടേം എഴുതുകയാണെങ്കിൽ the expression will be work done 1 to 2 is equal to p2 v2 raised to 1 or p2 v2 minus p1 v1 raised to 1 divided by minus n plus 1 എന്ന് അല്ലെങ്കിൽ 1 minus n എന്ന് വരും. This is the final expression. Now this expansion we derived for an expansion process. നിങ്ങൾ 1 നിന്ന് 2ലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. Suppose we are considering 1 നിന്ന് 2ലേക്ക് the cylinder is piston cylinder arrangement is in compression process because നമുക്ക് ഫ്ലൂയിഡ് മെഷീനറിയിൽ എയർ കംപ്രസറിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കംപ്രഷൻ ആണ് ആവശ്യം. സോ ഞാൻ ഇതിനൊരു കംപ്രഷൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വി ആർ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ. സോ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ദ equation. So work done for the compression process is equal to ഇതിൽ ഈ എക്സ്പ്രഷൻ ഒരു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? p2 v2 minus p1 v1 divided by n p2 v2 minus p1 v1 divided by n minus 1 എന്ന് വരും. Okay, so this is the expression for work done for a polytropic compression process. Expression for work done for a polytropic compression process. ഈ ഇക്വേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഡെറിവേഷൻ നമ്മളെ എയർ കംപ്രസറിന്റെ ഡെറിവേഷനിൽ ആവശ്യമുള്ള റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിന്റെ ഡെറിവേഷനിൽ ആവശ്യമുള്ളത്. സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. വർക്ക് ഡൺ 1 to 2 is equal to p2 v2 minus p1 v1 divided by n minus 1 where n is the polytropic index. സോ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ അഡിയബാറ്റിക് കംപ്രഷന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് 3 കേസാണ് നമുക്ക് ഫ്ലൂയിഡ് മെഷീനറിൽ ആവശ്യം. ഒന്ന് ഐസോതെർമൽ, സെക്കൻഡ് വൺ അഡിയബാറ്റിക് ആൻഡ് തേർഡ് വൺ polytropic. So now if we consider the process is the compression process is adiabatic compression ആണെങ്കിൽ the same expression 1 to 2 for work done for compression is equal to p2 v2 minus p1 v1 divided by ഗാമ മൈനസ് 1 എന്ന് വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ പോളിട്രോപ്പിക് ഇൻഡെക്സിന് പകരം നമ്മൾ ഗാമ എന്നുള്ള കോൺസ്റ്റന്റ് പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ ദ ഇക്വേഷൻ ഫോർ പോളിട്രോപ്പിക് പ്രോസസ് ഈക്വൽ ടു പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഫോർ അഡിയബാറ്റിക് പ്രോസസ് ഈസ് പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. പോളിട്രോപ്പിക് ആണെങ്കിൽ സെയിം ഫോർമാറ്റ് ആണ്. ഗാമയ്ക്ക് പകരം n വരുന്നേ ഉള്ളൂ. ഫോർ ദ വാല്യൂ ഓഫ് ഗാമ ഇസ് generally taken as 1.4 for atmospheric air. Okay, so ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഓൺലി ദ ഡിഫറൻസ് ഇസ് ഇൻസ്റ്റെഡ് ഓഫ് n you have to substitute the constant gamma. Okay, so ഇത്രയും പറഞ്ഞുകൊണ്ട് with this I am stopping this small video, small lecture. ഇത് നിങ്ങൾ ഓൾറെഡി അറിയുന്നതാണ്, തെർമോഡൈനാമിക്സിൽ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾ യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. ഇത് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇതും കൂടി എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ എ പോളിട്രോപ്പിക് പ്രോസസ് ആൻഡ് ഫോർ എൻ അഡിയബാറ്റിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ് കൂടി നോക്കി വെക്കുക. കാരണം നെക്സ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് മെഷീനറി ഡെറിവേഷൻ ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റ് ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണ്. ഓക്കെ.